എന്തെല്ലാമായിരുന്നു അർജുൻ ആയങ്കി, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച പോരാളി, കേരളത്തെ വിറപ്പിച്ച ഗുണ്ട, രോമത്തിൽ തൊടാനാകില്ല. ഇപ്പോൾ ഒന്നുമില്ല, ജയിലുകളിൽ അനക്കമില്ലാതെ കിടക്കുന്നു. ജയിലുകളിൽ നിന്നും ജയിലുകളിലേക്ക്, സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ ആയങ്കി. ആഭ്യന്തരമന്ത്രിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ച കേസിൽ അർജുൻ ആയങ്കിയെ തലശ്ശേരി സബ് ജയിലിൽ നിന്നും പ്രൊഡക്ഷൻ വാറണ്ട് ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിലിരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോതമംഗലം പോലീസ്. പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന അർജുൻ ആയങ്കിയെ കോതമംഗലം ഊന്നുകൽ SHOമാരെ സമൂഹമാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് എറണാകുളം കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആഭ്യന്തര മന്ത്രി കേസിൽ ഇന്ന് കാലത്താണ് തലശ്ശേരി CGM കോടതിയിൽ വീണ്ടും ഹാജരാക്കിയത്. അതുപ്രകാരം അർജുനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തതിന് പിന്നാലെ കുട്ടമ്പുഴ പോലീസ് ജയിലിലെത്തുകയായിരുന്നു. അങ്ങനെ പുള്ളി വലിയ തിരക്കിലാണ്. വെല്ലുവിളിയുമില്ല, ഒരനക്കവുമില്ല. ലൈക്കടിച്ചവരും മൂപ്പിച്ച് വിട്ടവരും ഒന്നും കാണാനേയില്ല. ഇപ്പോൾ താൻ ചെയ്തത് വിഡ്ഢിത്തമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതേസമയം അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്ന സമയത്ത് യാത്രയ്ക്കായി ഉപയോഗിച്ച ഒരു കാറ് തളിപ്പറമ്പിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുവായ കുട്ടൻ്റെ കാറാണ് തളിപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പാവം ആ കുട്ടൻ്റെ ചില്ലറ കാശും ആറ്റിൽ കളഞ്ഞതിന് തുല്യമായിട്ടുണ്ട്. 3 ദിവസത്തേക്കായിരുന്നു അർജുനെ കണ്ണൂർ സൈബർ ക്രൈം പോലീസിന് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിൽ എല്ലാം താൻ തനിച്ചാണ് ചെയ്തത് എന്ന് അർജുൻ ആദ്യം മൊഴി നൽകി. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ലോഡ്ജിലും സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിച്ച ഇടങ്ങളിലും പിടിയിലാകുന്നതിന് മുൻപ് എത്തിയ അഭിഭാഷകയുടെ അപ്പാർട്ട്മെൻറ്റിലുമൊക്കെ അർജുനെ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഐഫോണും പോലീസ് കണ്ടെത്തി. അങ്ങനെ ഒന്നും ഇപ്പോൾ ബാക്കിയില്ല കയ്യിൽ. ഗുണ്ടാ സംഘങ്ങളെല്ലാം ഒന്നുചേർന്നതും അപകടകരം ആവും വിധം ചില കാര്യങ്ങൾ നടത്തിയതും സമൂഹത്തിൽ അത് നൽകുന്ന തെറ്റായ വിവരങ്ങളുമെല്ലാം കൊണ്ട് തന്നെയാണ് കോതമംഗലം പോലീസ് നടപടികളിലേക്ക് പോയത്. ആ പോലീസ് ഓഫീസറെ വെല്ലുവിളിക്കുകയും അസഭ്യം പറയുകയും ചെയ്തപ്പോൾ ആയങ്കിയെ തലയിൽ കൊണ്ടുവച്ചു CPMകാർ. 4 മാസം മുൻപ് വരെ ഈ നാട് ഭരിച്ചിരുന്ന സഖാക്കൾ അപ്പോഴെല്ലാം പറഞ്ഞു നടന്നത് പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നായിരുന്നു. എന്നാൽ ഭരണം മാറിയപ്പോൾ 2 മാസം കഴിയുമ്പോഴേക്കും നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ടുന്നതിന് പകരം പോലീസിനെയും മന്ത്രിയെയും അസഭ്യം പറയുന്നവൻ്റെ കൂടെ CPMും ചേർന്നു. എങ്കിലും അവസാന നിമിഷം ആയങ്കിയെ CPM തള്ളിപ്പറഞ്ഞു, കൈവിട്ടു. ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു, ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് കാണിക്കുക എന്നാണ് വെല്ലുവിളി. ഷൗക്കത്ത് അലി IPS അന്വേഷണത്തിനെത്തുമെന്ന് പറഞ്ഞപ്പോൾ അവനാര് മായാവിയോ എന്ന പരിഹാസം വേറെ. അവസാന നിമിഷം വരെ സർക്കാരിനെ വെല്ലുവിളിച്ചും പുലഭ്യം പറഞ്ഞും നടന്ന ഒരാൾ തൻ്റെ കപ്പാസിറ്റി അറിഞ്ഞു കളിക്കണം എന്നുള്ളൊരു പാഠമാണിത്. ഭരണമുണ്ടാകുമ്പോൾ ആ തണലിൽ പലരുടെയും ഒപ്പം ചേർന്ന് സ്വർണം പൊട്ടിക്കലും കൊലപാതകത്തിനുമൊക്കെ പോയിരുന്നു എന്ന് വച്ച് ഭരണം മാറി പുലിയെപ്പോലെ നടന്നവൻ എലിയെപ്പോലെയായി എന്ന് പറയുമ്പോൾ തന്നെ കൂടെയുള്ളവരെല്ലാം സ്ഥലം വിട്ടു. കാരണം ഇനി ആയങ്കി വെളിച്ചം കാണില്ല എന്നവർക്കറിയാം. അർജുൻ ആയങ്കിയുടെ എല്ലാ പ്രവൃത്തികൾക്കും എതിരാണ് ഇപ്പോഴത്തെ സതീശൻ സർക്കാർ. ഏതായാലും നിയമത്തെ വെല്ലുവിളിച്ചതോടെ സഖാക്കളുടെ ഹരമായിരുന്ന അർജുൻ ആയങ്കി മൂലക്കായി.